സയണിസത്തിൻ്റെ രക്തസാക്ഷിത്വ പട്ടം നൽകി ആയത്തുള്ള അലി ഖംനായിയെ അടക്കം ചെയ്തു. അങ്ങനെ 4 പതിറ്റാണ്ട് പേർഷ്യൻ മേഖലയിലെ ഏറ്റവും ജനസ്വാധീനമുള്ള നേതാവിന് വൈകാരികമായിരിക്കുന്ന യാത്രയപ്പാണ് ഇറാൻ ജനത നൽകിയത്. ഇറാൻ മാത്രമല്ല, ലോകത്താകമാനമുള്ള ഷിയ മുസ്ലിം വിശ്വാസികൾ എന്നുകൂടി പറയാൻ പറ്റും. ഷിയ വിഭാഗത്തിനപ്പുറം വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികളും ബന്ധപ്പെട്ടവരും അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകാൻ വേണ്ടി എത്തി എന്നുള്ളതും വലിയ ഒരു പ്രത്യേകതയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുദ്ധ മുഹൂർത്ത നേരത്ത് ഇങ്ങനെ ഒരു നേതാവിന് യാത്രയപ്പ് നൽകിയ സംഭവം ലോക ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. 2026 ജൂലൈ മാസം 9-ാം തീയതി വൈകിട്ട് 5 മണിക്ക് അഥവാ ഇന്ന് സമ്പൂർണ്ണ ബഹുമതികളോടെ മഷദിലെ ഇമാം റിസ ദർഗയിൽ ആയത്തുള്ള അലി ഖംനായിയെ അടക്കം ചെയ്തു എന്ന് ഔദ്യോഗികപരമായ രീതിയിൽ ഇറാൻ ഗവൺമെൻറ് പത്രക്കുറിപ്പ് പുറത്തുവിട്ടു. ഖംനായിയുടെ രക്തസാക്ഷിത്വം ലോകം എല്ലാ കാലത്തും അംഗീകരിക്കപ്പെടുന്നതാണ് എന്നും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ് എന്നുകൂടി ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഇതിനോടനുബന്ധിച്ച് തന്നെ പ്രസ്താവനയിൽ പറഞ്ഞു. തെഹ്റാനിലെ ഇമാം കൊമേനി ഗ്രാൻഡ് മുസല്ലയിൽ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങ് ആരംഭിച്ചത്. 4-ാം തീയതിയാണ് ആ പറഞ്ഞ ദിവസം. 4 മുതൽ 9-ാം തീയതി വരെ, 9 ഇന്നാണ്. പിന്നീട് കോം, നജഫ്, കർബല, മഷദ് തുടങ്ങിയിരിക്കുന്ന നഗരങ്ങളിലെല്ലാം മരണാനന്തര ചടങ്ങുമായിട്ട് വലിയ തരത്തിലുള്ള അവരുടെ വിശ്വാസ പരിപാടികൾ ആരംഭിച്ചിരുന്നു. കോമിൽ നിന്ന് വിമാനമാർഗം ഇറാഖിലെ നജഫിലേക്കും ഇറാഖിലെ കർബലിൽ നിന്ന് ഇറാൻ്റെ മഷദിലേക്കുമാണ് വിമാനമാർഗം അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവന്നത്. ഓരോരോ ചടങ്ങിനും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്ന് റിപ്പോർട്ടായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. 2.5 കോടി ജനങ്ങളെങ്കിലും മൊത്തത്തിൽ ഈ 4-9 തീയതികൾക്കിടയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അനുമാനം. അതിന് കുറച്ചും കൂടി കൃത്യത പുറത്തു വരാനുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ആയത്തുള്ള അലി ഖംനായിയുടെ ജീവചരിത്രത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നോക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പറയാൻ പറ്റും. 1939 ഏപ്രിൽ മാസം 19-നാണ് ഇറാനിലെ മഷദിൽ, അതായത് ഇപ്പോൾ അടക്കം ചെയ്ത പ്രദേശത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ജവാദ് ഖംനായി എന്ന ഷിയ മതപണ്ഡിതൻ്റെ മകനായിട്ട് ഖംനായി ജനിക്കുന്നത്. പ്രാഥമിക പഠനത്തിന് ശേഷം മതപഠനം അദ്ദേഹം തുടരുകയും അത് പൂർത്തിയാക്കുകയും ചെയ്തു. അന്നത്തെ ഭരണസാരഥ്യത്തിലുണ്ടായിരുന്ന ആയത്തുള്ള റൂഹുള്ള ഖുമേനിയുടെ ശിഷ്യഗണങ്ങളിൽ പ്രമുഖനായിട്ട് മതവിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ സായുധ വിദ്യാഭ്യാസവും അദ്ദേഹം പഠിച്ചു. ഷാ ഭരണത്തിനെതിരെ പോരാട്ടം നടന്നിരുന്ന കാലം 960-70 കാലഘട്ടത്തിൽ നിരവധി തവണ അറസ്റ്റ് വരിച്ചതിൽ ആയത്തുള്ള ഖംനായിയുടെ പേരുണ്ട്. ജയിലിലടക്കുകയും 4 പ്രാവശ്യമെങ്കിലും നാട് കടത്തുകയും ചെയ്തു. പിന്നീടുള്ള മാപ്പിലോ അതല്ലെങ്കിൽ മറ്റേതോ കാരണത്താലോ ഇറാനിലേക്ക് മടങ്ങി വരികയാണ് ഉണ്ടായത്. വളരെ പ്രയാസകരമായിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടമായിരുന്നു എന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവം നടന്നു. വിപ്ലവത്തിൽ പ്രധാന പങ്ക് വഹിച്ചതിൽ ആയത്തുള്ള ഖംനായിയുടെ പേര് അറിയപ്പെടുന്നുണ്ട്. ആ വിപ്ലവം ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന സംഭവമായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്നു. ഷാ ഭരണകൂടത്തെ അപ്പാടെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക വിപ്ലവം അവിടെ മുന്നേറുകയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. ആയത്തുള്ള റൂഹുള്ള ഖുമേനിയുടെ ഏറ്റവും ചരിത്രപരമായിരിക്കുന്ന വിപ്ലവ പ്രസംഗം അന്നാണ്, അല്ലെങ്കിൽ ഈ ഇസ്ലാമിക വിപ്ലവം നടന്നതിനോടനുബന്ധിച്ചാണ് പുറത്തു വന്നത്. അതൊരു ഭരണഘടനാ സംവിധാനത്തിൻ്റെ ആരംഭമായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് പ്രസംഗിക്കപ്പെട്ടതിലെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം പിൽക്കാലത്ത് രാജ്യത്തിൻ്റെ നിയമമായി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
ഭരണഘടനാ നിർമ്മിതിയുടെ ആരംഭം കുറിക്കപ്പെട്ടത് 979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആയത്തുള്ള റൂല്ല ഖുമൈനി രാജ്യത്തെ സംബോധന ചെയ്ത് സംസാരിച്ചതിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് എന്ന് ചുരുക്കം. ഖുമൈനിയുടെ വിശ്വസ്ത സഹപ്രവർത്തനായി കംനായി അദ്ദേഹത്തോടൊപ്പം നിഴല് പോലെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. 1981-89 വരെ ഇറാൻ്റെ പ്രസിഡന്റ് സ്ഥാനം കംനായി വഹിച്ചു. അപ്പോൾ ഖുമൈനി എന്ന് പറയുന്ന ആൾ അവിടുത്തെ ആത്മീയ നേതാവ് ആയിരുന്നു. ഈ കാലത്താണ് ഇറാൻ ഇറാഖ് യുദ്ധം നടന്നത്. അഥവാ 979 ഇസ്ലാമിക വിപ്ലവം നടക്കുന്നു. 980 കാലഘട്ടത്തിൽ യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കുന്നു. മുഹൂർത്തഘട്ടം എത്തുന്നത് 81 മുതലാണ്. 81 കാലഘട്ടത്തിലാണ് കംനായി ഇറാൻ്റെ പ്രസിഡന്റ് ആവുന്നത്. ഇറാൻ്റെ പ്രസിഡന്റ് 8 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിൽ 10 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. 1989 ഖൊമേനി മരണപ്പെട്ടു. അതായത് ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പരിസമാപ്തിയും സമാപനവും അതല്ലെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാർ വ്യവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ആ കാലത്ത് തന്നെയാണ് ഖൊമേനി മരണപ്പെടുന്നത്. തുടർന്ന് അവിടുത്തെ പണ്ഡിത സഭ അന്നത്തെ പ്രസിഡന്റായിരുന്ന ആയത്തുള്ള അലി കംനായിയെ ആത്മീയ നേതാവായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പരമോന്നത സുപ്രീം ലീഡറായിട്ട് നിയമിച്ചു. പ്രഖ്യാപനം നടത്തുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു. സൈന്യങ്ങൾ, അതായത് ഇറാൻ്റെ സൈന്യം, IRGC എന്ന് പറയുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പ്, പിന്നെ സൈന്യം എന്ന് പറയുന്ന പേഴ്സണൽ ട്രൂപ്പ് അന്നേ ഉണ്ട്. അവർ നീതിന്യായ വ്യവസ്ഥ, ഭരണകൂടത്തിലെ പ്രധാന നയങ്ങൾ എന്നിവയിലെല്ലാം അന്തിമ അധികാരമുള്ള നേതാവായിരിക്കും അവിടുത്തെ സുപ്രീം ലീഡറായിട്ട് വരിക. അതുകൊണ്ട് ആ രാജ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആയത്തുള്ള അലി കംനായിയുടെ രാജ്യം എന്ന് പറയാം. എല്ലാ നീതി വ്യവസ്ഥയുടെയും അവസാനത്തെ വാക്കും അവസാനത്തെ താക്കോലുമായിട്ട് അദ്ദേഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടുമുള്ള നയം പ്രഖ്യാപിക്കപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ്. കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ശത്രുവാണ് അവർക്കെതിരെയായിരിക്കും നമ്മൾ പട നയിക്കുക എന്നവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ആയുധ പ്രതിരോധ നിർമ്മിതികൾക്കും അതിൻ്റെ സംവിധാന കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുകയും വലിയ തരത്തിലുള്ള മുന്നേറ്റമുണ്ടാക്കിയ വിപ്ലവ സംവിധാനം സൃഷ്ടിക്കപ്പെട്ടതും കംനായുടെ കാലഘട്ടത്തിലാണ്. ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ, ഇറാഖി മിലീഷ്യ തുടങ്ങിയവർക്ക് ഊർജവും സൈനിക ശക്തിയും സൈനിക ബലവും നൽകിയത് കംനായുടെ കാലഘട്ടത്തിലാണ്. അതിന് പറഞ്ഞിരിക്കുന്ന കാര്യം ഖുമേനി പറഞ്ഞതിൻ്റെ തുടർച്ച. നമ്മൾക്കൊരു മുഖ്യ ശത്രുവുണ്ട്. ആ ശത്രുവ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയും ബുദ്ധിയും സാമ്പത്തിക മുന്നേറ്റവും ഉള്ള രാജ്യമാണ്. അവരെ ഒതുക്കുക എന്നുള്ളത് നമ്മൾക്ക് ഒറ്റക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കൂട്ടായ രീതിയിൽ സംയുക്തമായ രീതിയിൽ ചെയ്യണം. സംയുക്തമായ രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വിഭാഗങ്ങളെ ശത്രുവിൻ്റെ ചുറ്റുഭാഗം നിർമ്മിക്കുക എന്നുള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെയാണ് ഈ ലെബനാനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് വന്നു. ഈ പാലസ്തീനിൽ ഹമാസിൻ്റെ വിഭാഗത്തിന് സഹായം നൽകി. അങ്ങനെ ആ ട്രൂപ്പ് സംവിധാനങ്ങളെല്ലാം രൂപമാക്കിയതും രൂപത്തിൽപ്പെടുത്തിയതും ഒക്കെ ഈ കാലഘട്ടത്തിലാണ്. പാശ്ചാത്യ ആയുധ സംവിധാനത്തിൻ്റെ നിർമ്മിതികൾ ചോർത്തിക്കൊണ്ട് പുതിയ ആയുധ നിർമ്മിതികൾക്ക് ആക്കം കൂട്ടിയ കാലഘട്ടം കൂടിയായിരുന്നു ഈ പറയപ്പെട്ട കാലഘട്ടം. അഥവാ അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശത്രു ഏതാണെന്നും എന്താണെന്നും അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ എത്രത്തോളം മൂർച്ചയുള്ളതാണെന്നും എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടാണ് അവർ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് എന്ന് ഘട്ടം ഘട്ടമായ രീതിയിൽ നമ്മളത് അറിഞ്ഞതിന് ശേഷം അതിന് ബദൽ സംവിധാനം സൃഷ്ടിക്കണം. അതുകൊണ്ടാണ് ഈ അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഇറാനെ തകർക്കാൻ വേണ്ടി സാധിച്ചത്. അതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന എല്ലാ സംവിധാനവും ചോർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അതിനെ തകർക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. 4 പതിറ്റാണ്ട് മധ്യപൂർവ ഏഷ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാവായിട്ടാണ് ആയത്തുള്ള അലി ഖംനായി അറിയപ്പെടുന്നത്. ലോക മുസ്ലിം ഷിയ വിഭാഗത്തിൻ്റെ ആത്മീയ ആചാര്യൻ,
ജോൺ പോൾ മാർപ്പാപ്പ അഥവാ പോപ്പിനേക്കാളും മുസ്ലിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയും അവർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായ വ്യക്തി കൂടിയാണ് ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസമാണ് അദ്ദേഹം എന്ത് ചെയ്ത് അടക്കം ചെയ്തത്. അദ്ദേഹം മരണപ്പെട്ട് 104 ദിവസം അദ്ദേഹം എന്ത് ചെയ്തിട്ട് അദ്ദേഹത്തെ ബോഡി സൂക്ഷിക്കപ്പെട്ടു. പിന്നീട് ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായ രീതിയിൽ പ്രഖ്യാപിക്കുകയും അതൊക്കെ യുദ്ധ മുഹൂർത്ത സമയത്ത് തന്നെയാണ് തീയതിയൊക്കെ പ്രഖ്യാപിച്ചത്. ഈ 4-ാം തീയതി എന്ന് പറയുന്ന സമയത്ത് ജൂലൈ 4-ാം തീയതിക്കുള്ള പ്രത്യേകത ഈ അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനം കൂടിയാണ്. ആ ദിവസം മുതൽ വരാൻ പോകുന്ന 9-ാം തീയതി വരെ ആയിരിക്കും കർമ്മങ്ങൾ നടത്തപ്പെടുക എന്നുള്ളതും കർമ്മത്തിൻ്റെ ലിസ്റ്റും അതിൻ്റെ രീതികളും കാര്യങ്ങളും നിജപ്പെടുത്തുകയും വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളുടെ ഭരണാധികാരികളെ ഈ ആചാര കർമ്മത്തിലേക്ക് ക്ഷണിക്കുകയും ക്ഷണത്തോടൊപ്പം തന്നെ ഓരോരോ രാഷ്ട്രത്തിലെ ഭരണാധികാരി വരുന്ന സമയത്തും ഓരോരോ തരത്തിലുള്ള സ്വീകരണങ്ങൾ നൽകിയെന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ ഓരോരോ ഭാഗങ്ങൾ ഓരോരോ രാജ്യത്തിന് ചേർന്ന തരത്തിൽ ഓതാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഫലസ്തീൻ്റെ ആളുകൾ വരുന്ന സമയത്ത് ഓതുന്നതല്ല സൗദി അറേബ്യയുടെ ആളുകൾ വരുന്ന സമയത്ത് ഓടുന്നത്, അവർ വരുന്ന സമയത്ത് ഓടുന്നതല്ല ഇറാഖ് ഖത്തറിൻ്റെ ആളുകൾ വരുന്ന സമയത്ത്. അങ്ങനെ വ്യത്യസ്ത തരത്തിലായിരുന്നു ഖുർആൻ്റെ പാരായണം അവിടെ ഉണ്ടായിരുന്നത്. 2-3 മിനിറ്റോളം ആ പാരായണം കഴിഞ്ഞതിന് ശേഷം ഇറാൻ്റെ സൈനികർ ഈ രാജ്യത്തിൽ നിന്ന് വ്യത്യസ്ത രാജ്യത്ത് വന്ന ഭരണാധികാരികളെ അവർ പിന്നെ ആ ഭാഗത്തു നിന്ന് മാറ്റി തൊട്ടടുത്ത ആളുകളെ സല്യൂട്ട് ചെയ്ത് സ്വീകരിച്ചുകൊണ്ട് ഖംനായിയുടെ മൃതത്തിൻ്റെ അരികിൽ എത്തിക്കുകയും അവിടെ നിൽക്കാൻ വേണ്ടി പറയുകയും സൂറത്ത് ആയത്തെ ഓതി കേൾപ്പിക്കുകയും പിന്നീട് പോകാൻ പറയുകയും ചെയ്യുന്ന രീതിയായിരുന്നു. ഇറാനും ഇറാഖും നമ്മൾ പറഞ്ഞു 2 രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ആത്മീയ നേതാവിൻ്റെ മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട സംസ്കാരങ്ങൾ ചടങ്ങുകൾ നടത്തി എന്നുള്ളത് ലോക ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. 2.5 കോടി എന്നൊക്കെ പറഞ്ഞു അത്രയും ആളുകൾ 4 മുതൽ 9 ദിവസം വരെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ 8-ാം തീയതി എന്ന് പറയുന്ന സമയത്ത് ഇന്നലെ യുദ്ധം ആരംഭിച്ചു. 2-ാം ഘട്ടത്തിലും യുദ്ധം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിൻ്റെ വഴിക്ക് പോയി എന്നല്ലാതെ ആത്മീയ നേതാവിൻ്റെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും അവരത് അറിഞ്ഞിട്ട് പോലുമില്ല ഇറാനിലെ ജനത. ആ തരത്തിലായിരുന്നു അതിൻ്റെ ക്രമീകരണം ഉണ്ടായി, അഥവാ യുദ്ധം ഉണ്ടാകും എന്ന് ഇറാൻ ഉറപ്പുണ്ടായിരുന്നു. 4-ാം തീയതിയത്തെ യുദ്ധം പ്രഖ്യാപിക്കുന്ന സമയത്തും അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇത് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വെടിനിർത്തൽ ചരിത്രത്തിൽ ഇന്ന് വരെ അമേരിക്കയും ഇസ്രായേലും ലംഘിച്ചിട്ടുണ്ട് എന്നതിനാൽ ഈ ലംഘനം ഇനിയും സ്വാഭാവികമായിട്ട് ഉണ്ടാവാം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച ക്രമീകരണങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അഥവാ ആയത്തുള്ള അലി ഖംനായി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാഴ്ചപ്പാടും ദർശനം എന്ന് പറഞ്ഞാൽ കീഴടങ്ങുകയല്ല മരണപ്പെടുകയാണ് ഉചിതം എന്നുള്ളതാണ്. പരാജയപ്പെടുകയല്ല പോരാടുക എന്നുള്ളതാണ്. ആരുടെ മുമ്പിൽ? പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ മുമ്പിൽ എന്നാണോ തോൽക്കുന്നത്, പ്രത്യേകിച്ച് ഇറാൻ രാജ്യം തോൽക്കുന്നത് എന്നാണോ അതിൻ്റെ അർത്ഥം ലോക മുസ്ലിങ്ങൾ തോറ്റു എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് നമ്മൾക്കത് അറിയാൻ വേണ്ടി സാധിക്കും. ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ മുമ്പിൽ പരാജയപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായിട്ടും അറേബ്യൻ രാജ്യങ്ങൾ അപ്പം കൂപ്പുകുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അറേബ്യൻ രാജ്യങ്ങൾ മാത്രമല്ല മറ്റ് ഏത് രാജ്യത്തെയും വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ മാത്രം അമേരിക്ക അതിൻ്റേതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതിനെ തടയിടുന്നത് ലോകത്ത് ഇറാൻ, അതായത് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ഒരേ ഒരു രാജ്യമാണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.